അപ്പോൾ എൻ്റെ ചേട്ടന് പിന്നെ പറമ്പിലും ഞങ്ങളെയൊക്കെ ആയിട്ട് സംരക്ഷിച്ച് ഇങ്ങനെ നടക്കുമ്പോഴാണ് പുള്ളിയുടെ കൂട്ടുകാരൻ പുതിയ സൈക്കിളൊക്കെ മേടിച്ചത്. ഞങ്ങളെ ഗമ കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ റോഡ് വഴി ചുറ്റി ചോടിച്ചോണ്ട് ഓടിച്ചോണ്ട് നടന്നപ്പോൾ എൻ്റെ ചേട്ടനാണെങ്കിൽ അത് കണ്ടപ്പോൾ ഭയങ്കര കൊതി തോന്നി. ഒന്ന് തൊട്ടെങ്കിലും നോക്കാൻ കൊതി തോന്നി. അവൻ പറഞ്ഞു, എടാ ഞാനൊന്ന് തൊട്ടേട്ടാ, എനിക്കൊന്ന് ഓടിക്കാൻ തരുവാടാന്ന് ചോദിച്ചപ്പോൾ കൂട്ടുകാരൻ പറഞ്ഞു, വേണ്ട ഒരു തെണ്ടിക്കും കൊടുക്കരുതെന്ന് എൻ്റെ അച്ഛൻ പറഞ്ഞേക്കണേന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ ഓർത്തു, അവൻ്റെ അച്ഛനും തൊടണതല്ലേ, അപ്പം അവൻ്റെ അച്ഛനും തെണ്ടിയാണല്ലോ എന്ന് ഞങ്ങൾ ഓർത്ത് അങ്ങനെ നിന്നു. ഇവൻ ഓരോ ചുറ്റി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പം ചേട്ടൻ്റെ കണ്ണാതെ സൈക്കിളെ തന്നെയാണ് കുറുക്കം കോഴിയെ നോക്കുമ്പോൾ ഇങ്ങനെ നോക്കി നിൽക്കുക. അത് കഴിഞ്ഞ് ഇവനൊരു 8-10 ചുറ്റി വന്നപ്പോഴും എന്ത് കണ്ടു, ഗൾഫിന് പോയിരിക്കുന്ന ഭർത്താവ് വന്ന വരവിന് നോക്കി വിറ്റിക്കുന്ന ഭാര്യയെ പോലെ ഇങ്ങനെ പുള്ളി അപ്പോഴും ഇരിപ്പുണ്ട്. അവസാനം അവനൊരു കനിവ് തോന്നി. എടാ ഞാൻ തരാം, നീ വേഗം ഒന്ന് ഓടിച്ചേച്ച് കൊണ്ടുവരാൻ പറഞ്ഞു. ഈ പുള്ളിക്ക് സൈക്കിൾ കൊടുത്ത് ശരിയടാ എന്ന് പറഞ്ഞു. പുള്ളി ഈ സൈക്കിളും മേടിച്ചു ഒരൊറ്റ വീടിയിൽ. ഈ പുള്ളി ജനതാ എക്സ്പ്രസ് പോലെയാണെന്നുള്ളത് ആ കൊച്ചറിയണില്ല. ഒരൊറ്റ വീടിയിലങ്ങ് കിട്ടും. ഉച്ചയായി ഉച്ച കഴിഞ്ഞു, വൈകുന്നേരമായി. ഈ കൊച്ച് ഭയങ്കര നൊരോളിയൊക്കെ ആയിട്ട് അവൻ്റെ വീട്ടിലേക്ക് ചെന്നു. അവൻ്റെ വീട്ടിൽ നിന്ന് കിട്ടാനുള്ള വിഹിതം അവൻ മേടിച്ചെടുത്തു. എന്നിട്ട് അവൻ്റെ അച്ഛൻ ഞങ്ങളുടെ വീട്ടിലേക്ക് അവനെയും വലിച്ചോണ്ട് വന്നു. നിൻ്റെ മകനായി നിൻ്റെ സൈക്കിളും കൊണ്ട് പോയേക്കണേ, ഇത്രയും നേരമായിട്ടും വന്നിട്ടില്ല, അവനുണ്ടോ എവിടെ കൊണ്ടുപോയി കളഞ്ഞെന്ന് അറിയത്തില്ല, കാരണം സൈക്കിളിൻ്റെ വില തരാതെ ഞങ്ങൾ പോകുകയില്ലെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ അച്ഛനോട് വഴക്ക് കൂടി സൈക്കിളിൻ്റെ പൈസയും മേടിച്ചുകൊണ്ട് പോയി. ഞങ്ങൾ ഓർക്കണമെന്നുണ്ട് ഈ പുള്ളി എങ്ങോട്ട് പോയി ഈ സൈക്കിളും കൊണ്ട്. സന്ധ്യയായി, ഒരു 7-7:30 മണി രാത്രിയായപ്പം സൈക്കിളിൻ്റെ 2 വീലും പൊക്കി പിടിച്ച് ആൻറ്റിലൊക്കെ തോളയിലും എടുത്ത് വെച്ച് ചെളിയൊക്കെ പറ്റി മുണ്ടുമൊക്കെ കുത്തിക്കീറി ഈ ഒരു ചുടലമാടനെ പോലെ കയറി വന്നുണ്ട്. അത് കഴിഞ്ഞ് അച്ഛനിങ്ങനെ നോക്കിയിരിക്കുക, ആൾ എപ്പോൾ വരുമെന്ന്. വന്നു കഴിഞ്ഞപ്പം ഈ സാധനമെല്ലാം ഇട്ട് കഴിഞ്ഞപ്പോഴേ അച്ഛൻ പിടിച്ചപ്പോൾ പിന്നെ മാരാർക്ക് ചെണ്ട കിട്ടിയ പോലെ ഉള്ള അടിയായി. തന്നെയെല്ലാം അടിച്ചടിച്ചടിച്ച് ചേട്ടൻ്റെ പുറത്ത് അച്ഛൻ ഇലഞ്ഞിത്തറ മേളം തന്നെ നടത്തി. അന്ന് രാത്രിക്ക് അച്ഛൻ ഉറങ്ങിയോ മകൻ ഉറങ്ങിയോ എന്നൊന്നും ഞങ്ങൾക്കറിയില്ല. പക്ഷേ ഒരു കാര്യമുണ്ട്, നേരം വെളുത്തപ്പോൾ അച്ഛൻ്റെ പേഴ്സും ഇല്ല ചേട്ടനും ഇല്ല. അടിച്ചോണ്ട് പോയി. പേഴ്സിനകത്ത് അതിന് മാത്രം പൈസയൊന്നും ഇല്ലായിരുന്നു, നിസ്സാര തുട്ടുകൾ. കാരണം ഉള്ള പൈസ സൈക്കിളിന് കൊടുത്ത് വിട്ടല്ല, നിസ്സാര പൈസയൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് പുള്ളി നാട് വിട്ടത് ഞങ്ങളുടെ അമ്മായിയുടെ വീട്ടിലേക്കാണ്. അമ്മായിയുടെ വീട്ടിൽ ചെന്ന് 3 ദിവസം സുന്ദരമായിട്ട് താമസിച്ചു. അത് കഴിഞ്ഞ് പുള്ളി പയ്യെ വീട്ടിലേക്ക് തന്നെ വരാതിരിക്കാൻ നിവൃത്തിയില്ലല്ലോ. അപ്പോൾ പുള്ളി പയ്യെ വീട്ടിലേക്ക് തന്നെ പോന്നു. വീട്ടിലേക്ക് വന്നിട്ട് പുള്ളി ഒരു കുട്ടിക്കാട്ടിൽ ഒളിച്ചിരുന്ന് നേരിട്ട് കയറി വരാൻ പേടിയായിട്ട് അങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കൊരു പട്ടിയുണ്ട്. ഒളിച്ചേ കണ്ടേ എന്ന് പറഞ്ഞ് ഈ പട്ടി ചെന്ന് മണം പിടിച്ചൊക്കെ കണ്ടുപിടിച്ച് ഈ പുള്ളീനെ നക്കാനും തോളെ കയറാനും ഒക്കെ തുടങ്ങി. അപ്പോഴാണ് ഈ പുള്ളിക്കൊരു ബുദ്ധി തോന്നി. ഒരു കാട്ടുവള്ളി ഇങ്ങനെ പറിച്ചെടുത്ത് ആ പേഴ്സ് എടുത്ത് അതേ കെട്ടിയിട്ട് പട്ടിയുടെ കഴുത്തെ കെട്ടി അങ്ങ് വിട്ടു. പട്ടിയുടെ കഴുത്തെ കെട്ടിവിട്ടപ്പോൾ പട്ടിയോടി വീട്ടിൽ വന്നു. ഒരു സന്ദേശവാഹകനായിട്ട് പുള്ളി ഓടി വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പം പട്ടിയുടെ കഴുത്തെ ഈ പേഴ്സ് കിടക്കണം. അപ്പം ഞങ്ങൾക്ക് കാര്യം മനസ്സിലായി, ഈ പുള്ളി എവിടെയോ വന്നിരിപ്പുണ്ടെന്നുള്ളത്. അപ്പം തന്നെ അച്ഛൻ ആ പേഴ്സ് ഇങ്ങനെ മേടിച്ചെടുത്തിട്ട് ഒരു കടലാസയിൽ ഒരു കുറിപ്പ് എഴുതി ആ വള്ളിയെ തന്നെ കെട്ടി പട്ടിയുടെ കഴുത്തേക്ക് വിട്ടു. അതിലെഴുതിയിരിക്കുന്നത് എന്താ, പേടിക്കണ്ട കയറി പോരെന്ന് എഴുതി വിട്ടു. കുറച്ച് കഴിഞ്ഞപ്പോൾ പുള്ളി പയ്യെ കയറി വന്നു. അങ്ങനെ വന്നു. പിന്നെ അച്ഛൻ്റെ കൂടെയൊക്കെ അച്ഛനൊന്നും ചെയ്യാൻ പോയില്ല, ഞങ്ങളുടെ കൂടെയൊക്കെ ആയിട്ട് നല്ലോണം ജീവിച്ചുകൊണ്ടിരുന്നു. കൃഷിയൊക്കെ ചെയ്ത് ജീവിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ഇതിനിടയ്ക്ക് പുള്ളിക്കൊരു കാര്യമുണ്ട്, ഒരു ചൂണ്ടയിടാൻ പോക്കുണ്ട്. പുള്ളി അങ്ങനെ ചൂണ്ടയിടാൻ പല പ്രാവശ്യം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. വൈകുന്നേരമായ പുള്ളി ചൂണ്ടയിടാൻ പോകുക, അത് മസ്റ്റാണ്. അങ്ങനെ ചൂണ്ടയിടാൻ പോണത് എവിടെയാണെന്ന് ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ എവിടെയാ, കിഴക്കേ വീട്ടിലെ പാപ്പൻ ചേട്ടൻ്റെ അക്വേറിയത്തിലാണ് ചൂണ്ടയിടാൻ പോണത്. അക്വേറിയത്തിൽ ചൂണ്ടയിടാൻ പോയിട്ട് പക്ഷേ മീൻ കൊത്തിയില്ല. പക്ഷെ കൊത്തിയത് ഏതാ, പാപ്പൻ ചേട്ടൻ്റെ മോള് മേരിക്കുഞ്ഞ്. അപ്പം എന്തായാലും ഞങ്ങൾക്ക് മേരിക്കുഞ്ഞിനെ കൊണ്ടുവരാതിരിക്കാൻ നിവൃത്തിയില്ല. വേഗം ഞങ്ങളുടെ അക്വേറിയത്തിൽ ഇടാവല്ലോ എന്നോർത്ത് ഞങ്ങൾ മേരിക്കുഞ്ഞിനെ കൊണ്ടുപോകുന്നു. ടൈം സീസൺ 4-ന്റെ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ മറക്കാതെ ഓൺലൈനിൽ കാണാൻ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. രമേശ് പിഷാരടി എന്റർടൈൻമെന്റ്സ് on YouTube.